മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചില സാധ്യതാ ചോദ്യങ്ങളാണ്, വ്യാകരണ ചോദ്യങ്ങളാണ്. നോക്കൂ നിങ്ങളെ, നാടൊക്കെ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ അല്ലെങ്കിൽ നാട് അധികം ഒക്കെയാണ് നാടൊക്കെ എന്ന പദമായി മാറുന്നത്. പാടത്ത് അധികം ഇറങ്ങിയാണ് പാടത്തിറങ്ങി എന്നാവുന്നത്. നിലത്തിറങ്ങി, നിലത്ത് അധികം ഇറങ്ങിയാണ് നിലത്തിറങ്ങി എന്നാവുന്നത്. അധികം എന്ന് പറയുന്നത് പ്ലസിന് മലയാളം വ്യാകരണത്തിൽ പറയുന്നതാണ് അധികം എന്നുള്ളത്. അപ്പൊ ഇത് ഏത് നിയമപ്രകാരമാണ് നമ്മൾ ഇങ്ങനെ വാക്കുകൾ പിരിച്ചെഴുതുന്നത്? ഇതിന് ഏത് സന്ധിയായിട്ടാണ് നമ്മൾ പറയുന്നത്? ഇത് ലോപസന്ധിയാണ്. എന്ത് സന്ധിയാണ്? ലോപസന്ധി. അടുത്ത നോക്കൂ നിങ്ങള്, പുത്തരി അധികം ഊണാണ് പുത്തരിയോണ്. നോക്കി അധികം അപ്പോളാണ് നോക്കിയപ്പോൾ ആവുന്നത്. ഒച്ച അധികം ഇട്ടുവാണ് ഒച്ചയിട്ടു എന്നാവുന്നത്. ഇത് ഏത് സന്ധിയാണെന്ന് അറിയാമോ മക്കൾക്ക്? ആഗമസന്ധിയാണ്. അപ്പൊ എന്താണ് ആഗമസന്ധി, ലോപസന്ധി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയുള്ള പദങ്ങൾ പരീക്ഷയ്ക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് തിരഞ്ഞെടുത്ത് എഴുതുക? അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, വ്യാകരണ ചോദ്യങ്ങളൊക്കെ അല്ലേ നമുക്ക് ചോദിക്കുന്ന വിഗ്രഹ രൂപങ്ങളും അതേപോലെ എന്താണ് ഒറ്റവാക്യമാക്കാനും രണ്ട് വാക്യമാക്കാനും ഒക്കെ നമ്മളോട് ചോദിക്കാറില്ലേ? അത്തരം ചോദ്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ടീച്ചർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, മക്കൾ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചെടുക്കുക. ഇത് ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യഭാഗമാണ്.